യോഹന്നാൻ 12:34. യോഹന്നാൻ 12:34. അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അതാണ് യാഥാർത്ഥ്യം. കർത്താവിന്റെ വചനത്തിലുള്ള വെളിപാട് എന്താണ്? ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. അപ്പോൾ വിശ്വാസം എന്താണ്? വിശ്വാസം ക്രിസ്തുവുമായി കടുപ്പിച്ചിരിക്കുന്ന കാരണം, ക്രിസ്തുവിൽ അധിഷ്ഠിതമായത് കാരണം നമ്മുടെ വിശ്വാസവും എന്നും നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വിഷയവുമായി കടുപ്പിച്ചു കഴിഞ്ഞാൽ വിഷയം ഫ്ലോപ്പായ വിശ്വാസം ഫ്ലോപ്പാവും. അതുകൊണ്ട് ഈശോ ചോദിച്ചൊരു ചോദ്യം എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. ലൂക്ക 18:8. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോഴേ ഉള്ള വിഷയം എന്ന് വെച്ചാൽ എല്ലാ പീഡനങ്ങൾക്ക് ശേഷമാണ് ഈ മനുഷ്യപുത്രൻ വരണത്. അത് നിങ്ങൾ ഓർക്കരുത് ഈ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് മാത്രമാണെങ്കിൽ പറയണമെന്ന്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വെളിപാടുണ്ടാകുന്നതും ഇടപെടലുണ്ടാകുന്നതും കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. അതെപ്പോഴും നമ്മൾ ബോധം ഉണ്ടാകണം നമുക്കതിനെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ശേഷം ക്രിസ്തു വരുമ്പോൾ ക്രിസ്തു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആഗ്രഹിക്കുന്നത് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താണ്? ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? അതാണ് വിഷയം. അപ്പം അവസാനം അവശേഷിക്കേണ്ടത് നമ്മുടെ ഈ പരീക്ഷണങ്ങൾ രോഗമാകാം, ക്ഷീണമാകാം, സാമ്പത്തിക തകർച്ചയാകാം, എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥയാകാം. ഈ പരീക്ഷണങ്ങളുടെ എല്ലാം അവസാനം എപ്പോഴായാലും ക്രിസ്തു വരും. പക്ഷേ എപ്പോഴും വരുന്നത് അതൊരു നാഷണൽ ഹൈവേ കൂടിയാണെന്ന് വരണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മിക്കവാറും പഞ്ചായത്ത് റോഡിൽ കൂടി ആയിരിക്കും വരണത്. പഞ്ചായത്ത് റോഡിൽ കുണ്ടും കുഴിയും വളവും തിരുവും കാടും യാതൊരു ട്രാഫിക്കും ഇല്ലാത്ത സ്ഥലത്തോട് ഞെരുങ്ങിയൊക്കെ വരും ക്രിസ്തു. ഒരിക്കലും നാഷണൽ ഹൈവേ കൂടി വരുമെന്ന് തോന്നില്ല. കാര്യം പീഡനങ്ങൾക്ക് ശേഷം എന്നാ പറയണത്, പീഡനങ്ങൾക്ക് ശേഷം എന്നാ പറയണത്. അപ്പോഴെപ്പോഴും വിശ്വാസത്തിൻ്റെ വില കൊടുത്തിട്ട് അവിടെ കിട്ടി ബോധിക്കണം. നമ്മൾ ഈ പ്രമാണമൊക്കെ ചെല്ലുമ്പോൾ പ്രമാണത്തിന് മുമ്പ് തഹസിൽദാർ രജിസ്റ്റർ ചെയ്യണ മുമ്പ് കൊടുത്താളിനോട് ചോദിക്കും, പറമ്പ് വാങ്ങിയ ആളിനോട് പറമ്പ് കൊടുത്താളിനോട് ചോദിക്കും, കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. എന്താണ്? കാശ് നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ യേസെന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ രജിസ്റ്റർ ചെയ്യത്തുള്ളത്. ഇതുപോലെ തന്നെയാണ് വിശ്വാസ ജീവിതത്തിലുള്ള വിഷയം. കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. എന്താണ്? ഈ വിശ്വാസത്തിന് ക്രിസ്തുവിന് അനുകൂലമായ അത്രയും വില കിട്ടി ബോധിച്ചോ എന്നാണ് ചോദിക്കണത്. അത് പരമപിതാവിൻ്റെ ഒരു ചോദ്യമാണ്. പരമപിതാവാണല്ലേ രജിസ്റ്റർ കച്ചേരി ഇരിക്കണത്. അപ്പോൾ കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. ഇപ്പോൾ ക്രിസ്തുവിനല്ല എനിക്ക് തരാൻ പോണത്. അതിന് ക്രിസ്തുവിനെ നിങ്ങൾക്ക് നേടാൻ വേണ്ടിയുള്ള സഹനങ്ങളെ കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ സംഭവം ഇതിന് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ക്രിസ്തുവിന് നമുക്ക് കിട്ടണത്. പലപ്പോഴും ആദ്യകാലങ്ങളൊന്നും കുഴപ്പമില്ല.
ജീവിച്ചു പോകാനുള്ള ആദ്യ കാലങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മുന്നോട്ട് ചെല്ലുന്തോറും നിത്യത വിഷയമാക്കുമ്പോൾ അന്ന് മുതൽ പേയ്മെൻ്റായിട്ട് വരും. നിത്യത ഇതിനകത്ത് ഒരു വിഷയമായി വന്നാൽ അനുദിന ജീവിതത്തിലെ കഞ്ഞിയും കപ്പയും ജോലിയും ഒക്കെ വലിയ പ്രശ്നമില്ലാതെ പോകും. കാര്യം അതൊക്കെ എല്ലാം നമുക്ക് വിശ്വാസമുള്ളവർക്കും കിട്ടും, ഇല്ലാത്തവർക്കും കിട്ടും, ഒരു പ്രശ്നവുമില്ല. വിശ്വാസം ഇല്ലാത്തവർക്കും റാങ്ക് കിട്ടണില്ലേ, അവർ ജോലി കിട്ടണില്ലേ. അപ്പം ലോകത്തിലുള്ള ഇടപാട് പരിപാടിയൊക്കെ എല്ലാം എവരിബഡി എല്ലാവർക്കും അത് കിട്ടും. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ജോലിയും വീടും വിവാഹവും കുഞ്ഞുങ്ങളും എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അതിന് വിശ്വാസത്തിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ ക്രിസ്തുവിലൂടെ നേടിയെത്ത നിത്യരക്ഷയ്ക്ക് നിങ്ങൾ ആ പാഠത്തിലേക്ക് വരുമ്പോൾ പിന്നെ എല്ലാം പേയ്മെൻറ്റ് സീറ്റാണ്. കാര്യം എന്താ? എപ്പോഴും ഒരു സഹനം വന്നാൽ അപ്പോൾ ഓർത്തേക്കണം, ഒരു കാര്യമില്ലാതെ സഹനം വരൂ, ഒരു കാര്യം ഉണ്ടാകണ്ട. നിങ്ങൾ ഇപ്പം എന്താ വിഷയം? ഇപ്പം നിങ്ങൾ വളരെ വെള്ളം അടിക്കണില്ല, വേറെ ചുറ്റിക്കളികളൊന്നുമില്ല, മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്, 10 മനുഷ്യനെ കണ്ടാൽ മനുഷ്യപ്പറ്റ് കാണിക്കുന്നുണ്ട്, ഇല്ലാത്തതിനുമായിട്ടുള്ളത് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ വളരെ വെടിപ്പും മേനയോട് ജീവിച്ചാലും പണി 8 കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അറിയണം. അതെന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ അറിവ് എന്താ? നിഷ്കളങ്കനായാലും ശരി പണി കിട്ടുമെന്ന് തന്നെ എൻ്റെ അർത്ഥം. അതെന്താ കാര്യം? ഈശോ വല്ല തെറ്റും ചെയ്തിട്ടാണ് ഈ പങ്കപ്പാട് മുഴുവൻ അനുഭവിച്ചത്. അപ്പം തെറ്റ് ചെയ്യാതെ ഒരു പങ്കപ്പാട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുന്നതിന് കോമൺ സെൻസ് മതി. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്കൊരു പങ്കപ്പാട് കിട്ടിയാൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് മാത്രം മതി. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലോ? അതുകൊണ്ട് ഒരിക്കലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ചല്ലോ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാതെ നടന്നല്ലോ, കുഞ്ഞുനാൾ പോലും ഞാൻ ചോദിച്ചതല്ലേ വെള്ളമടിക്കാത്തൊരു ഭർത്താവിനെ തരണമെന്ന്, എന്നിട്ട് ഇവൻ്റെ മൂക്ക് പിടി ഞാൻ മുന്നാഴി കിട്ടുമല്ല, എന്ത് ചതിയാണ് ദൈവം എന്നോട് ചെയ്തത്? യു ഷുഡ് നോട്ട് ആസ്ക്. നമുക്ക് ദൈവത്തോട് ഒന്നും ചോദിക്കാനുള്ള യാതൊരു പ്രൊവിഷനുമില്ല. എന്താ കാര്യം? നീ നിഷ്കളങ്കമായി ആദ്യമേ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ശരിയാണ്, അതെല്ലാം ദൈവം വരവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആളെ ഈ അവതാരത്തെ നിനക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താ? ഇത് പേയ്മെൻറ്റ് സീറ്റാണ്. ഇനി ഇയാളെ വെച്ച് ക്രിസ്തുവിനെ നേടാൻ നോക്കണം. നീ ഈ ആളെ വെച്ചാണ് ക്രിസ്തുവിനെ നേടാൻ നോക്കേണ്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അമ്മയുടെ പ്രസവം ഈ ദൈവം അനീതി കാണിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അനീതി കാണിച്ചിരിക്കുന്നത് അമ്മയോടാണ്. കാര്യം അപ്പയുടെ തിരുമനസ് പ്രകാരമാണ് പരിശുദ്ധാത്മാവിൽ അമ്മ ഗർഭം ധരിച്ചത്. പക്ഷേ ആ ഒരു പ്രസവത്തിന് പോലും ഒരു ചെറുവിരൽ അപ്പ അനക്കണില്ല. അത് കണ്ടാൽ മതി, നമുക്ക് കാര്യങ്ങളെല്ലാം ഒട്ടനെ മനസ്സിലാകും. ചിലർ പറയണത്, ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത് അമ്മ വഴിയിലാണ് പ്രസവിച്ചതെന്നാണ് പറയണത്. വഴിയിലാണ് പ്രസവിച്ചത്. കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ പുൽത്തൊടിലാണ് പ്രസവിച്ചതെന്നാണ് നമ്മൾ പൊതുവെ പറഞ്ഞ് കാലത്തൊഴുത്തി പ്രസവിച്ചതെന്നാണ്. പക്ഷേ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ആ ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് മറിയം പുൽത്തൊട്ടി കിടത്തിയെന്നാണ്. അപ്പോൾ വഴിയിലെങ്ങാണ്ട് പ്രസവിച്ചിട്ടാണ് കൊണ്ടുവന്ന് വഴിയരികെ കണ്ട പുൽത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. അപ്പോൾ ഇതിന് അപ്പായ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്ത് കൊടുക്കേണ്ടതല്ലേ? അപ്പക്ക് പണ്ട് മുതലുള്ള പരിപാടിയാണ് സഹായം ഒന്നും ചെയ്ത് കൊടുക്കാതെ. കുരിശക്കിടന്ന് നിലവിളിച്ചിട്ട് സഹായം കൊടുത്തില്ല, പിന്നെയാണ് നമുക്ക് തരാൻ പോണത്. കുരിശക്കിടന്ന് ഏലോ ഏലോയിൽ ലമ സബദ്ധാനി, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചും ചോദിച്ചിട്ട് സഹായം കൊടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള നല്ല ജ്ഞാനമാണ്. എന്താണ് കാര്യം? ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയാൻ, ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണമെന്ന് പറയാൻ, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നിത്യതയെക്കുറിച്ച് ആ നല്ല കള്ളൻ ആ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴേ നല്ല കള്ളനോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം നീര് വെച്ച ബോഡിയാണ്, നാക്കാണെ കുഴയാണ്, വെള്ളമെല്ലാം ഒലിച്ചുപോയി, രക്തത്തിന് വരെ ഇപ്പം മഞ്ഞ വെള്ളമാണ് ബോഡിയിൽ നിന്ന് വരുന്നത്. തവളയെപ്പോലെ ഇങ്ങനെ കുരിശെ കിടക്കുകയാണ്, മുഴുവൻ മുള്ളും കുത്തിക്കയറ്റി കിടക്കുകയാണ്.
ഇതിൻ്റെ ഇടയ്ക്ക് നല്ല കൊള്ളനോട് പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. ആ രാജ്യത്തെക്കുറിച്ച് ക്രിസ്തുവിന് നല്ല ബോധമുണ്ട്. ആ കിടപ്പ് കിടക്കുമ്പോഴും താൻ പ്രവേശിക്കുന്ന നിത്യത, പിതാവ് നൽകുന്ന നിത്യതയെക്കുറിച്ച് ക്രിസ്തുവിന് ബോധമുണ്ട്. അതാണ് വിഷയം. ആ രാജ്യം ആണ്, നിത്യതയാണ് സമ്മാനമായി കൊടുക്കുന്നത് കൊണ്ടാണ് ഇടക്കാല ആശ്വാസങ്ങളൊന്നും കൊടുക്കാത്തത്. ഇടക്കാല ആശ്വാസങ്ങൾ തരാതിരിക്കുമ്പോൾ ബോധമുള്ള ക്രിസ്ത്യാനി നീ മനസ്സിലാക്കണം. എന്താ കാര്യം? നിനക്ക് നിത്യതയിൽ കർത്താവ് ഷെയർ തന്നിരിക്കുന്ന. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഴമായി പ്രബോധനങ്ങൾക്ക് നന്ദി പറയുന്നു. ആദ്യമായി തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിയ. ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഇന്നലെയാണ്. പിന്നെ എൻ്റെ മകൻ ലൂക്കയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ മകന് 2 മാസത്തോളമായ ഒരു ഞെട്ടലും കരച്ചിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും പേടി തട്ടിയതായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഇടവക പള്ളിയിലുള്ള അച്ഛനെ കൊണ്ട് തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു, എന്തെങ്കിലും പേടി തട്ടിയതാണെന്ന് വിചാരിച്ച്. എന്നിട്ടും അവന് കുറവില്ലായിരുന്നു. പിന്നെയും ഞെട്ടലും കരച്ചിലും തന്നെയായിരുന്നു. അങ്ങനെ അവൻ എൻ്റെ വീട്ടിൽ ഒരാഴ്ചത്തേക്ക് പോയി നിന്ന സമയത്ത് അവൻ അപസ്മാരം പോലെ വന്നു. അങ്ങനെ ആദ്യമായി അവൻ അപസ്മാരം വന്നത്. ഉടൻ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി EEG ചെയ്തു. EEG ചെയ്തപ്പോൾ അത് നോർമലായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവനെ ഒരു കണ്ണിങ്ങനെ ഇടയ്ക്ക് അടയ്ക്കലും ഇങ്ങനെ ചുണ്ടുകൊണ്ടൊരു ഇങ്ങനെ കാണിക്കുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടേഴ്സ് പറഞ്ഞത് ടിക്സ് എന്ന ഒരു രോഗലക്ഷണമാണ് കാണിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് പഞ്ചാബിൽ പട്ടാളത്തിലാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് മോൻ നിന്നിരുന്നത്. മോനെ അങ്ങനെ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തി 4-5 ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവന് പെട്ടെന്ന് ഞെട്ടലും കരച്ചിലും വന്നു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് കാണണം അപസ്മാരം വരുന്നത്, എന്നാലേ പറയാൻ പറ്റുള്ളൂ എന്ത് രീതിയിലുള്ളതാണ് എന്താണെന്നുള്ളത്. അങ്ങനെ അവർ മരുന്നൊന്നും തന്നില്ല, തിരിച്ചു വിട്ടു. EEGക്ക് ഡേറ്റ് തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ അവന് 1-ാം തീയതി വൈകുന്നേരം പിന്നെ അപസ്മാരം പോലെ വന്നു. പിറ്റത്തെ ദിവസം ജൂൺ 2 അവൻ്റെ ബർത്ത്ഡേ ആണ്. ജൂൺ 2 അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഉച്ചയായപ്പോൾ ഒരു പ്രാവശ്യം അപസ്മാരം പോലെ ഡോക്ടേഴ്സിൻ്റെ മുൻപിൽ നിന്ന് വന്നു. അപ്പോഴത്തേനും ഒരു പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വൈകുന്നേരവും നിർത്താതെ അപസ്മാരം വന്നു. 3 മണിക്കൂറോളം അപസ്മാരം നീണ്ടു നിന്നു. അതിൽ ഡോക്ടേഴ്സ് പറഞ്ഞു മോന് ബ്ലഡ് ഫ്ലോയും എല്ലാം കുറവാണ്, മോനെ തിരിച്ചു കിട്ടുമെന്ന് പോലും ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ നെറ്റിയിൽ തൈലം പൂശി ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ICUന്ന്. അങ്ങനെ പെട്ടെന്ന് അവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പോകാൻ ഒരു മരുന്നിനോടും പ്രതികരിക്കുന്നില്ലായിരുന്നു. 3-4 മരുന്ന്, ഏറ്റവും ഡോസ് കൂടി അപസ്മാരത്തിൻ്റെ മരുന്ന് വരെ കൊടുത്തു. 3 വയസ്സേ ഉള്ളൂ കുഞ്ഞിന്. അങ്ങനെ ഏറ്റവും ഡോസ് കൂടിയ മരുന്ന് വരെ അവന് കൊടുത്തു. അങ്ങനെ അവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇതാണ് അവൻ വെന്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ. വെന്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എൻ്റെ നാത്തൂൻ്റെ മകൻ സ്വപ്നം കണ്ടു. മാതാവും മാലാഖമാരും കൂടെ റിച്ചുവിനെ വന്ന് തൊട്ടു എന്ന് പറഞ്ഞു രാവിലെ എണീറ്റപ്പോൾ. പിറ്റത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. അവന് എണീക്കുമ്പോൾ ഇനി കണ്ണ് കാണുമോ, നടക്കുമോ, അവന് സംസാരിക്കുമോ, ഓർമ്മയുണ്ടാകുമോ എന്നൊന്നും ഡോക്ടേഴ്സ് ഉറപ്പ് പറഞ്ഞില്ല. അത്ര സമയം നീണ്ടു നിന്ന് അപസ്മാരം ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പൂശി അവൻ കണ്ണ് തുറക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ വെന്റിലേറ്ററിൽ നിന്ന് ഔട്ടായി മയക്കത്തിൽ നിന്ന് വിട്ട് എണീറ്റപ്പോൾ അവന് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ സംസാരിക്കുന്നത് അവന് കേൾക്കാം, പക്ഷേ അവന് കാണുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ കണ്ണിൽ തൈലം തൂത്ത് അവൻ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം. ഒരാളെ മാത്രമേ ഉള്ളിൽ കയറ്റുള്ളൂ, ഞാൻ ഉള്ളിൽ അവൻ്റെ കണ്ണിൽ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് അവൻ ഉറങ്ങി എണീറ്റപ്പോൾ അവൻ അമ്മയെന്ന് വിളിച്ചു. പിന്നെ അമ്മയാണ് അവനെ നോക്കുന്നത്. അമ്മേനെ കണ്ടു, അവന് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ അവന് കുറേ ടെസ്റ്റുകൾ പറഞ്ഞു. ഇവർ എന്ത് കാരണം കൊണ്ടാണോ 3 മണിക്കൂർ അപസ്മാരം നീണ്ടു നിന്നത് ഡോക്ടേഴ്സിന് അറിയില്ല. അതുകൊണ്ട് പല ടെസ്റ്റുകൾക്ക് പറഞ്ഞു. നട്ടെല്ലിൽ നിന്ന് CSF കുത്തിയെടുത്തിട്ടുള്ള ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളുണ്ടായിരുന്നു. എല്ലാ ടെസ്റ്റുകൾ വിടുമ്പോഴും മാതാവിൻ്റെ എണ്ണയും കൊണ്ട് കുരിശിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ വിടാറുള്ളത്.
മാതാവിൻ്റെ തൈലം തൂത്ത് കുരിശിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എല്ലാ ടെസ്റ്റുകളിലും വിട്ടുകൊണ്ടിരുന്നത്. MRI എടുത്തു. അതിന് പോയപ്പോഴും അവൻ്റെ നെറ്റിയിൽ കുരിശിട്ടു മാതാവിൻ്റെ തൈലം കൊണ്ട്. ഈ MRI നോർമലാണ്. MRIയിൽ തലയിൽ മുഴയൊന്നുമില്ല. അതേപോലെ CT സ്കാനിന് കൊണ്ടുപോയപ്പോൾ അവനെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം തൂത്തു. CT സ്കാനിൽ ക്ലോട്ട് കാര്യങ്ങളൊന്നുമില്ല തലയിൽ. അതേപോലെ അവർ വലിയ വലിയ ടെസ്റ്റുകൾ പറഞ്ഞു. CSF വിട്ടു, ബ്ലഡ് ടെസ്റ്റ് വിട്ടു. ഇതൊക്കെ മാതാവിൻ്റെ തൈലം തൂത്ത് വിട്ടു. എല്ലാം നെഗറ്റീവാണ്, ഒരു കുഴപ്പമില്ല. ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഓരോ പ്രാവശ്യം അവർ റൗണ്ട്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് മോനെ ഇപ്പോഴൊന്നും ICUന്ന് മാറ്റാൻ പറ്റത്തില്ല, കുറേ നാൾ വേണ്ടി വരും, റിക്കവർ ആകുമെന്ന് തന്നെ ഉറപ്പില്ല, നടക്കുമെന്ന് ഉറപ്പില്ല, ഒന്നും അവർ ഉറപ്പ് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ മീസിൽസ് എന്നും പറഞ്ഞ ഒരു രോഗമാണെങ്കിൽ അതിന് ഇവിടെ ചികിത്സയില്ല, നിംഹാൻസ് ബാംഗ്ലൂർ മാത്രമേ അവന് ചികിത്സയുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കാശുരൂപം ഞാൻ എപ്പോഴും ഇവൻ ഉറങ്ങുമ്പോൾ ഇവൻ്റെ തലയുടെ അടിയിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, മോൻ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കാണണേന്ന്. അങ്ങനെ അവൻ ഓരോ പ്രാവശ്യം ഉറങ്ങി എണീക്കുമ്പോൾ അവനിൽ ഓരോ മാറ്റം കണ്ടു. അത് ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അവനെ 4 ദിവസം കൊണ്ട് ICUന്ന് ഡിസ്ചാർജ് ആക്കി വാർഡിലേക്ക് മാറ്റി. വാർഡിലെത്തിയപ്പോൾ അവന് നടക്കാൻ കഴിയില്ലായിരുന്നു, ഇരിക്കുകയും സംസാരിക്കുകയും കണ്ണ് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവൻ നടക്കാൻ കഴിയാതെ 2 ദിവസം കൊണ്ട് മാതാവിനോട് ഇവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ ഇവനെ കഞ്ഞിവെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവന് കുഴപ്പമൊന്നുമില്ലാതെ അവൻ ഓടിച്ചാടി നടന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്നത്. എല്ലാം നെഗറ്റീവാണ്. എല്ലാ മരുന്നുകളും അവന് നിർത്തി. അവന് ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെറിയൊരു ഡോസിൽ ഒരു മരുന്ന് 1 വർഷത്തേക്ക് കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോൻ്റെ സൗഖ്യം പൂർണ്ണമായിട്ട് അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ ശക്തി കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതേപോലെ ഞാൻ 2023 മെയ് 15 ദുബായിലേക്ക് പോയത്. ജോലിയുടെ ആവശ്യത്തെ തുടർന്ന് എൻ്റെ നാത്തൂൻ്റെ കൂടെയാണ് പോയത്. അപ്പം അവിടെ ചെന്ന് കുറേ മാസങ്ങൾ കഷ്ടപ്പെട്ടു, എന്നിട്ടൊന്നും ജോലി കിട്ടിയില്ല. അങ്ങനെ നവംബർ ലാസ്റ്റ് വീക്കിൽ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ പ്രെയർ റിക്വസ്റ്റ് കൊടുത്തു. എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഇംഗ്ലീഷ് കുർബാനയാണെങ്കിൽ ഞാൻ പോയി കൂടുമായിരുന്നു. അതേപോലെ ദുബായിൽ ഇങ്ങനെ യാചകരൊന്നും അധികം ഇല്ല, എങ്കിലും പോകുന്ന വഴിയിൽ ഒരു ദിവസം ഒരാളെ കണ്ടു, പിറ്റത്തെ ദിവസവും കണ്ടു. അങ്ങനെ 3ാമത്തെ ദിവസം ഞാൻ വിചാരിച്ചു അയാൾ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അയാൾക്ക് പൊതിച്ചോറ് പോലെ കൊണ്ടുപോയി കൊടുത്തു. അതേപോലെ വഴിയായിരിക്കും. പിന്നെ അയാളെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരു ദിവസം പോകുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും കൂടി ഇരിപ്പുണ്ടായിരുന്നു വഴിയരികിൽ. 3 മാസത്തോളം പ്രായമുള്ള ആ കുഞ്ഞിനെയും കൊണ്ട് വെയിലത്തിരിക്കുന്ന കണ്ടു. അങ്ങനെ അടുത്തുള്ള കടയിൽ പോയി ആ അമ്മയ്ക്ക് വെള്ളവും ഭക്ഷണവും വാങ്ങിക്കൊടുത്തു. പിന്നെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ വേറെ മതങ്ങളാണേലും അവരോട് പോലും മാതാവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളും എല്ലാം പറയുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിൽ ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യമാണ് പറഞ്ഞത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഓരോ മാസത്തെ ശമ്പളത്തിൽ നിന്നും ഓരോ ഓഹരി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ഞാൻ ഓരോ മാസവും 3000 രൂപ വെച്ച് ഓരോരോ പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. അനാഥാലയങ്ങളിൽ അല്ലെങ്കിൽ ആരെങ്കിലും മരുന്ന് എന്തെങ്കിലും വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ, സ്കൂളിലേക്ക് പിള്ളേർക്ക് സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഓരോ മാസവും കൊടുക്കുമായിരുന്നു. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഞാൻ നവംബർ ലാസ്റ്റിനാണ് എടുത്തത്. ഡിസംബർ 9 എനിക്ക് ജോലി കിട്ടിയത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എന്തെന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ പൂർണ്ണമായി ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ UK നിന്നാണ് വരുന്നത്. ഞാൻ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങോട്ടാണ് വന്നത്. ആദ്യം ഇവിടെ വന്ന അമ്മയുടെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു. വീട് കോഴിക്കോടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. 2023 അന്ന് ഞാൻ OSPS പാസ്സായതും അത് കുറച്ച് സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രാവശ്യം സാക്ഷ്യം വരുന്നത്. അന്ന് ഞാൻ ഞാൻ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഓൺലൈൻ NMC പേജ് ഫോണിൽ അമ്മേനെ കാണിച്ചിട്ടാണ് പോയത്. അതിനകത്ത് ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ ഇവിടെ വരുമ്പം അതെല്ലാം ഫുൾഫില്ലായിട്ട് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അമ്മേനെ മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ടൈം ഞാൻ ഇവിടുന്ന് പോയത്. അതുപോലെ തന്നെ അമ്മ ഇപ്പോൾ എന്നെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് ഇവിടെ നിർത്തിയാക്കുന്നത്. അമ്മയോടും എൻ്റെ ഈശോയോടും ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് പിൻ നമ്പർ കിട്ടുന്നത് ഇപ്പം UK ഒരു പുതിയ സ്കീമുണ്ട്. നമ്മുടെ എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ നമുക്ക് പിൻ നമ്പർ കിട്ടും.
ഞാനൊരു നേഴ്സിംഗ് ഹോമിലാണ് പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ നേഴ്സിംഗ് മാനേജറെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടുന്ന് ജോബ് മാറി ഒരു ഏജൻസിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്തത്. അവിടെ നിന്നാണ് എനിക്ക് പിൻ നമ്പർ കിട്ടുന്നത്. പിൻ നമ്പർ കിട്ടാൻ അവർ സഹായിക്കുന്നത്. എനിക്ക് പിൻ നമ്പർ കിട്ടുന്നത് ആക്ച്വലി ഒരു ഒക്ടോബർ മാസമാണ്. അത് ഒക്ടോബർ 1 അന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു. എനിക്ക് NMCയുടെ മെയിൽ വന്നത് ഏർലി മോർണിംഗ് ഒരു 1:45 ആ സമയത്തൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണ് മെയിൽ വന്നതെന്ന്. അമ്മയുടെ പ്രസൻസ് അമ്മ തന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ ഉണ്ടായത് ഒരു ഉടമ്പടിയിലല്ലായിരുന്ന സമയത്ത് പ്രാർത്ഥിച്ച ഒരുക്കത്തോടെയൊന്നും അല്ല ഉണ്ടായത്. പക്ഷേ അടുത്ത കുഞ്ഞിനായിട്ട് അവന് എന്താ പറയുക, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ആ കുഞ്ഞിനെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ NMCയുടെ രജിസ്ട്രേഷനും കുഞ്ഞും ഒക്കെ എല്ലാം മീൻസ് ദൈവം എല്ലാം കറക്റ്റായിട്ട് ക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആദ്യം കുഞ്ഞിനെ കിട്ടുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി 2 മാസം കഴിഞ്ഞപ്പോഴാണ് പിൻ നമ്പർ കിട്ടുന്നത്. കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു. ആ കുഞ്ഞ് 5-ാം മാസത്തിൽ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ കുഞ്ഞിൻ്റെ ജെൻഡർ അറിയാൻ പറ്റും. അപ്പം അന്ന് ബൈബിൾ തുറന്നപ്പം എനിക്ക് ഈശോ തന്ന വചനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആലയത്തിൽ ധൂപങ്ങളും കാഴ്ചകളും അർപ്പിക്കാൻ വന്ന പുരുഷന്മാരെ കുറിച്ച് എന്നാണ് ബൈബിൾ വചനം എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ആൺകുഞ്ഞാണ്. അതുപോലെ തന്നെ ഡെലിവറി ശേഷം മനസ്സിലായി കുഞ്ഞൊരു ആൺകുഞ്ഞാണെന്ന്. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് UK നമുക്കറിയാലോ, നമുക്ക് പിള്ളേർ ഇവിടെ നമുക്ക് പണിഷ്മെൻ്റൊക്കെ ചെയ്യാൻ പറ്റും ആസ് എ പാരൻസ് എന്ന നിലയിൽ. പക്ഷേ അവിടെ നമുക്ക് അതിനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ എന്താ പറയുക, പണിഷ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മുട്ടൊക്കെ കുത്തിയൊക്കെ നിർത്തുമായിരിക്കും, എന്തെങ്കിലും ചെറിയ പണിഷ്മെൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ചിലപ്പം നമുക്ക് നമ്മുടെ ജോബ് സ്ട്രെസ് കാരണമൊക്കെ നമുക്ക് ചിലപ്പം നമുക്ക് ഓവർ സ്ട്രെസ്ഡായി പോകാറുണ്ട്. അപ്പം ചില സമയത്ത് നമ്മൾ വഴക്ക് പറയും, ചിലപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യുമ്പോൾ അടിക്കാറൊക്കെ ഉണ്ട്. അപ്പം സ്കൂളിൽ ഇവർക്ക് പ്രത്യേക കൗൺസിലിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ കൊച്ചൊരു ദിവസം സ്കൂളിൽ അവൾ ഇയർ 4 പഠിക്കുന്നത്. അപ്പം അവളോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ വീട്ടിൽ എന്താണ് പാരൻസ് ചെയ്യുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ചിലപ്പോൾ അടിക്കാറുണ്ട്, അപ്പം ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അത് അവിടെ വലിയ കാര്യമാണ്. അവരത് സോഷ്യൽ വർക്കറിനെ ഇൻവോൾവ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അത് പോലീസിലേക്ക് കംപ്ലയിൻറ്റ് പോയി. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സമയത്ത് ഒത്തിരി സ്ട്രെസ്സിലൂടെ കടന്നുപോയ സംഭവമാണ്. പക്ഷേ അമ്മ അതെല്ലാം അത് കഴിഞ്ഞ ശേഷം ഞങ്ങളെ ക്വസ്റ്റ്യൻ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. അപ്പം പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒത്തിരി ടെൻഷൻ വന്നു. പക്ഷേ അമ്മ എപ്പോഴും ഈശോയും കൂടെയുണ്ട്. ഉടമ്പടിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈശോയും അമ്മ അറിയാതെ ലൈഫിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊരു വിശ്വാസത്തിൽ ഒത്തിരി സ്ട്രെസ്സിലൂടെ കടന്നു പോയെങ്കിലും എപ്പോഴും അവരുടെ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് അവരോടൊത്തുള്ള ലൈഫായിരുന്നു. അപ്പം അതൊക്കെ കടന്നു പോയ ഈശോ അതിനൊക്കെയുള്ളൊരു കരുത്ത് തന്നു. ഇപ്പം അതെല്ലാം സോൾവായി, അതൊക്കെ ക്ലോസ് ചെയ്തു. ഇപ്പം ഞങ്ങൾ ഓക്കെ ആയിട്ട് പോകുന്നു. അതൊരു സാക്ഷ്യം. അതുപോലെ ഒത്തിരി പിള്ളേർക്കൊക്കെ അസുഖമൊക്കെ വരുമ്പം ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ കൊടുത്തിട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. പനിയൊക്കെ വന്ന് ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കാതെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും അവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കിട്ടുന്ന പോലെ ഒരു ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഒന്നും ഒരിക്കലും കിട്ടാറില്ല. ആൻറ്റിബയോട്ടിക് ഏറ്റവും മാക്സിമം ഒക്കെ ആയാലാണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരിക. ആ സമയത്ത് പാരസെറ്റാമോളും പ്രൂഫിനൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ജോബുണ്ട്, നമ്മൾ തന്നെ ഓൾറെഡി സ്ട്രെസ്ഡ് ആയിരിക്കും. ആ സമയത്തൊക്കെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഉടമ്പടി ഒന്നുകൊണ്ട് മാത്രമാണ് അതൊക്കെ ഓവർകം ചെയ്യാൻ പോകാൻ സാധിച്ചത്. അതൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. പിന്നെ പറയാനുള്ളത്, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് തിയറി പാസ്സായതാണ്. ഞാൻ ഓൾറെഡി ഒന്ന് പാസ്സായതാണ്. അന്ന് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അത് കഴിഞ്ഞ ശേഷം അത് 2 വർഷം കഴിഞ്ഞു. എനിക്ക് പ്രാക്ടിക്കലിന് പോകാൻ പറ്റിയില്ല, അത് എക്സ്പയർഡ് ആയിപ്പോയി. ഇപ്പോൾ 2ാമതൊന്നും കൂടെ എഴുതി. അപ്പം എനിക്ക് ആദ്യം ഒന്ന് പാസ്സായതുകൊണ്ട് എനിക്ക് തോന്നി ഞാൻ പാസ്സാവുമായിരിക്കും, ഓക്കെ ആണെന്ന് വിചാരിച്ച് പോയി. പക്ഷേ അവിടെ നിന്ന് ചെന്നപ്പോൾ മനസ്സിലായി അവർ ഭയങ്കര ഡിഫിക്കൽട്ടാക്കി ക്വസ്റ്റ്യൻസൊക്കെ. അപ്പം മനസ്സിലായി കറക്കിക്കുത്തിയാണ് ഓൾമോസ്റ്റ് എഴുതിയത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേർന്നതാണ്. ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, അമ്മ എന്നെ ഒന്ന് പാസ്സാക്കണം. ഞാൻ കറക്കിക്കുത്തിയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം കറക്റ്റ് 43 50-ൽ 43 മാർക്ക് തന്ന അമ്മ അനുഗ്രഹിച്ചു. അന്ന് ഞാൻ അവിടെ നിന്ന് നേർന്നതാണ്, സാക്ഷ്യം പറയാമെന്ന് അതിപ്പോൾ പറയുന്നു. ഇതൊക്കെയാണ് ഉടമ്പടി ലൈഫിൽ തന്ന ഈശോയെ തന്ന അനുഗ്രഹം. അപ്പുറമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഈശോയ്ക്കും അമ്മയ്ക്കും കൊടുക്കുന്ന പ്രയോറിറ്റീസിനെ കുറിച്ചാണ്. അവർക്ക് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വേണ്ടതൊക്കെ സമയത്ത് ക്രമീകരിക്കുക എന്നുള്ളൊരു സാക്ഷിയാണ് എനിക്ക് ലൈഫിലൂടെ പറയാനുള്ളത്.
പിന്നെ ഉടമ്പടിയിലേക്ക് വന്ന ശേഷം നമ്മളൊക്കെ നോക്കുന്ന പേഷ്യൻസിനോടൊക്കെ അവരോടൊക്കെയുള്ള അപ്രോച്ച് എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, എക്സ്ട്രാ ഒരു കെയർ കൊടുക്കാൻ, ഈശോയോടൊക്കെയുള്ള സ്നേഹത്തെ പ്രതി എക്സ്ട്രാ ഒരു കെയർ കൊടുക്കാൻ, അല്ലെ ഒരു എമ്പതി കാണിക്കാനൊക്കെ നമുക്ക് തോന്നും. അതൊക്കെയാണ് ഉടമ്പടിയിലൂടെ വന്ന മാറ്റം. പിന്നെ അത് മറ്റുള്ളവരെ കുറിച്ച് ഒന്ന് നെഗറ്റീവായിട്ട് പറയാതിരിക്കാനും, എല്ലാവർക്കും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും, അപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി അതൊക്കെ വന്നത് ഉടമ്പടിയിലേക്ക് ശേഷമാണ്. പിന്നെ മക്കളെയൊക്കെ ആണെങ്കിലും പ്രാർത്ഥനയിലേക്ക് കിട്ടുന്ന അവസരത്തിനൊക്കെ പള്ളിയിലേക്ക് ഹോളി മാസിന് കൊണ്ടുപോകാനൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. അതിലൂടെയൊക്കെയാണ് ഈശോയുടെയൊക്കെ അമ്മയുടെയൊക്കെ സാന്നിധ്യം കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പറയുമ്പം സാക്ഷ്യങ്ങളൊക്കെ ടെസ്റ്റ് മണീസൊക്കെ സ്റ്റാറ്റസായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ആരാധന ഒന്നും മിസ്സാക്കാറില്ല, ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. പിന്നെ ജോമോൾ സിസ്റ്ററുടെ ജീവവചസ്സുകൾ കാണാറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഫേസ്ബുക്ക് വഴി എന്താ പറയുക, നമുക്ക് തോന്നുന്ന ആൾക്കാർക്ക് സഹായം വേണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ചാരിറ്റി ആയിട്ട് കൊടുത്ത് സഹായിക്കാറുണ്ട്. അതൊക്കെയാണ് പോകുന്നത്. അമ്മയും ഈശോയും തന്ന ഒരു അനുഗ്രഹത്തിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് ജെസ്സി ജോസഫ്. ഞാൻ ആദ്യമായിട്ട് ഞാനിവിടെ വന്നത് 2004 ഏപ്രിൽ 1-ാം തീയതിയാണ്. എനിക്ക് തമ്പുരാൻ തന്ന, എൻ്റെ പരിശുദ്ധ അമ്മയും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഈ ദിവ്യസക്രാരിയിൽ കയറിയിരിക്കുന്നത്. ആദ്യമായി ഉടമ്പടി എടുത്ത നിമിഷം മുതൽ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോട്ടയം ജില്ലയിലുള്ള ചങ്ങനാശ്ശേരിക്കടുത്തുള്ള കുമരേങ്കിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് മാതാവിൻ്റെ മുൻപിൽ ഒരുപാട് വേദനയോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഒത്തിരി നാളായി, വർഷങ്ങളായി എനിക്ക് മുട്ടുകുത്താൻ വയ്യായിരുന്നു. ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. കുമ്പസാരത്തിൻ്റെ സമയത്തും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചിരിക്കുന്ന സമയത്തുമൊക്കെ ഞാനൊന്ന് മുട്ടുകുത്തി ഒന്ന് ആസ്വദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് സാധിച്ചിട്ടില്ല. ഈ ഉടമ്പടി എടുത്ത് പിറ്റേ സൺഡേയിൽ ഞാൻ വിശുദ്ധ പള്ളിയിൽ ചെന്നപ്പോൾ എന്നെ ആരോ ബലമായിട്ട് മുട്ടുകുത്താനായിട്ട് ശക്തിയായിട്ട് എന്നെ മുട്ടുകുത്തിച്ചു. ഞാനത് ദിവ്യമായിട്ട് ഒരുപാട് അനുഭവിച്ചു. എനിക്ക് നന്നായിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനും കുമ്പസാരിക്കുവാനും എൻ്റെ സായം സന്ധ്യയിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊന്ത ചെല്ലാനായിട്ട് ഒരു മടിയും കൂടാതെ മണിക്കൂറോളം ഇരുന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തമ്പുരാൻ തന്നു. ഒരുപാട് മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഈ ഒരവസരത്തിൽ. പിന്നെ എനിക്ക് കിട്ടിയ ദിവ്യമായ അനുഭവം, ഞാൻ 5-8 വർഷമായിട്ട് എനിക്ക് വേരിക്കോസ് പൊട്ടുകയും എനിക്ക് സ്കൂളിൽ നിൽക്കുമ്പോൾ നിന്ന് പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ കണ്ണുനീര് വരുമായിരുന്നു, വേദന സഹിക്കാൻ വയ്യാതെ. പല പ്രാവശ്യം സ്കൂളിലാണെങ്കിലും പൊട്ടിയിട്ടുണ്ട് കാല്. മാതാവിൻ്റെ എണ്ണ നിരന്തരം ഞാൻ തേച്ചു. ഞാൻ കുറേയൊക്കെ മരുന്ന് കഴിച്ചിരുന്നു, അന്നിരുന്നും ഒരു പ്രയോജനമില്ലായിരുന്നു. ഇവിടെ വന്ന ആ മാതാവിൻ്റെ എണ്ണയും ആ ഉപ്പും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് എനിക്കിപ്പോൾ കാലിൻ്റെ ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് മുട്ടുകുത്താം, എനിക്ക് നിൽക്കാം, നടക്കാം, ഒരു പ്രശ്നവും ഇല്ലാതെ ഞാനിപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ഉടമ്പെടുത്തായാലും പൂശി തന്നെയാണ് എൻ്റെ അസുഖം മാറിയത്. പിന്നെ വർഷങ്ങളായി എൻ്റെ തലവേദന, എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദനയായിരുന്നു. ഛർദിൽ, എനിക്കറിയാൻ പാടില്ല ഒരു തലവേദന വരുമ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥ. ഛർദിക്കും, വെട്ടം കാണാൻ പറ്റത്തില്ല. എനിക്ക് എന്താണ് അനുഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. എൻ്റെ ബാഗിൽ എപ്പോഴും കുറേ പാരസെറ്റമോള്, വിക്സ്, അമൃതാഞ്ചൻ ഇത് സ്ഥിരം എൻ്റെ ബാഗിലുണ്ടായിരുന്നു. വേദന വന്നാൽ ഉടനെ ഗുളിക കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഇത് മാറത്തില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടിയെടുത്ത് ആ വേദന വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മ മാതാവേ, ഇനി ഞാൻ ഗുളിക കഴിക്കത്തില്ല, എനിക്ക് കടിക്കാൻ ഇനി ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ആ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ തൂത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു നല്ല ദീപാനുഭവം എനിക്കുണ്ടാകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ഇന്ന് വരെ അസഖ്യമായ തലവേദനയോ മനം പുരട്ടലോ ഛർദിലോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ മാതാവിൻ്റെ ആ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ തേച്ചാൽ ആ സെക്കൻഡിൽ എനിക്ക് പോകുന്നതായിരിക്കും. ഇതൊക്കെ എനിക്ക് മാതാവ് തന്ന ദിവ്യമാനുഗ്രഹത്തിന് കോടിക്കോടി നന്ദി പറയുകയാണ്. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും വന്ന് പത്രം മേടിക്കുകയും അത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എൻ്റെ സ്കൂളിലും ഒക്കെ കൊടുത്ത്
എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ ആ പത്രം കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും എന്നല്ല, വിഷമിച്ച് വരുന്നവർക്ക് ചോദിച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ അത്ര സമ്പന്നയൊന്നും അല്ല എങ്കിലും കിട്ടുന്നതനുസരിച്ച് ഞാൻ ദാനധർമ്മം ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കുകയും സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ ചൊല്ലുകയും ഒക്കെ ചെല്ലാറുണ്ട്. എല്ലാ ദിവസവും അത് പറയുവാണെങ്കിൽ ഞാൻ സൺഡേയിൽ മാത്രമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടുകൊണ്ടിരുന്നത്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ട്. 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ഏറുകയില കുമ്പസാരിച്ച് കുർബാന കഴിക്കാറുണ്ടാകുണ്ട്. ഇത്രയൊക്കെയാണ് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു.